എന്തുകൊണ്ടാണ് സ്റ്റിൽ ആൾക്കാർക്ക് എഞ്ചിനീയറിംഗ് മെഡിസിനോടൊരു ക്രേസ് ഉണ്ടാവുന്നതിനുള്ള റീസൺ? സാർ ഇത്രയും നാൾ ഒരു 32 വർഷത്തോളമായിട്ട് ഈ എൻട്രൻസ് കോച്ചിങ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സാറ് മനസ്സിലാക്കിയത് എന്തുകൊണ്ട്? എന്തായിരിക്കും അതിനകത്തുള്ളൊരു ഫാക്ടർ? ജോലി ഉറപ്പ് എന്നുള്ളൊരു കാര്യമാണോ അതിനകത്തുള്ള? ജോലി ഉറപ്പ് എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഡോക്ടർമാർക്ക് സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. എഞ്ചിനീയർ ആയാലും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. ജോലി കിട്ടാൻ പൈസ കൊടുക്കണ്ട. ഒരു അധ്യാപകനാകണമെങ്കിൽ 40 ലക്ഷം 50 ലക്ഷം ഒക്കെ കൊടുക്കണം. അതൊന്നുമില്ലാതെ തന്നെ ഒരു ജോലി കണ്ടെത്താൻ പറ്റും. ഒരു എഞ്ചിനീയർ ആയാൽ ഒരു സെൽഫ് ആയിട്ടൊരു ജോലി കണ്ടെത്താൻ കഴിയും. ഒരു ഡെന്റിസ്റ്റ് ആയാലും സെൽഫായിട്ട് ജോലി കണ്ടെത്താൻ പറ്റും. ഒരു ഡോക്ടർ ആയാലും സെൽഫായിട്ട് ജോലി കണ്ടെത്താൻ പറ്റും. വീട്ടിലിരുന്നാലും പൈസ ഉണ്ടാക്കാം. അത് അധ്യാപകർക്കും ഇപ്പോൾ നല്ല ഇതാണ്. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആകണ്ട, ഒരു എൻട്രൻസ് കോച്ചിങ് നിങ്ങൾ അണ്ടർഗോ ചെയ്യാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഇത് 4 നിങ്ങൾ നന്നായി പഠിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു എൻട്രൻസ് കോച്ചിങ് തുടങ്ങുക. ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ഫെല്ലോ ഇൻ ദ ടൗൺ യു വിൽ ബി. നിങ്ങളായിരിക്കും ഈ പട്ടണത്തിലെ ഏറ്റവും ആവശ്യമുള്ള വ്യക്തി, മോസ്റ്റ് വാണ്ടഡ് പേഴ്സൺ ആയിരിക്കുമെന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ ആരും ധൈര്യപ്പെടാറില്ല. അതായത് സാറിന് ഇതുവരെ ഒരു കോമ്പറ്റീറ്റർ ഉണ്ടായിട്ടില്ല നാട്ടിലെന്നാണ് ചുരുക്കം. കോമ്പറ്റീറ്ററൊക്കെ ഇപ്പൊ ഉണ്ട്, കോമ്പറ്റീറ്ററൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ എടുത്ത് പറയപ്പെടുന്ന ഒരു പേരുകളും ഇല്ല എന്നുള്ളതാണ്.